ഈ സംഘർഷം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിന് നന്ദി അറിയിച്ചുവെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, ഈ സമയത്ത് ഈ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വളരെ തുടർച്ചയായി തന്നെ ഇത്തരം ഈ ഇപ്പോൾ നിലവിൽ സംഘർഷ മേഖലയിലുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു ഫോണിൽ എന്നാണ് നെതന്യാഹു ഇപ്പോൾ അവകാശപ്പെടുന്നത്. അത്തരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, ഏതൊക്കെ കാര്യങ്ങളിൽ അവർ സംസാരിച്ചു എന്നതൊക്കെ സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? പ്രജിൻ, ഇറാനുമായുള്ള രൂക്ഷ സംഘർഷം തുടരവെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നന്ദി അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിന് അദ്ദേഹത്തെ നന്ദി അറിയിച്ചുവെന്നാണ് ഇപ്പോൾ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ ചില മേഖലകൾ സന്ദർശിക്കുന്നതിനിടെ ഇംഗ്ലീഷ് മാധ്യമത്തോടുകൂടി ആയിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു നെതന്യാഹു പറഞ്ഞത്: എന്റെ പ്രിയ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി ഒരു ദീർഘമായ സംഭാഷണമാണ് താൻ നടത്തിയത്. ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിന് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചിട്ടുണ്ട്. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നതിനും അതുപോലെ തന്നെ ഒപ്പം ഇന്ത്യയിലെ ജനങ്ങളുടെ സൗഹൃദത്തിനും അവർ ഇസ്രായേലിൽ വളരെയധികം സ്നേഹിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നന്ദി പറയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മോദിയുടെ സംഭാഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ താൻ പുറത്തു പറയുന്നില്ല എന്നുകൂടി നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ തുടരുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിലാണ് ഇറാനിലേക്ക് ഇത്തരത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്ത വ്യോമാക്രമണം നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ മൗനം, കാരണം ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ അപലപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളിൽ ആശങ്ക മാത്രമാണ് ഇന്ത്യ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചുവെന്നും പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചതുമായുള്ള നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം കൂടി വരുന്നത്. എന്തായാലും അതിൽ എന്താണ് കേന്ദ്ര സർക്കാർ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. മോദിയുമായി സംസാരിച്ചു, തങ്ങൾക്കൊപ്പം നിൽക്കുന്നതിന്, ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതിന് നന്ദി എന്നാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ അവകാശവാദം. അതിലിപ്പോൾ കേന്ദ്രം എന്ത് പറയുന്നു, പ്രധാനമന്ത്രി കൂടുതൽ പ്രതികരണം നടത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.